ഈ അമ്പലങ്ങൾ എന്തിനാ ഉച്ചയ്ക്ക് അടയ്ക്കണത് എന്നാ? അമ്പലം എന്ന് പറഞ്ഞാൽ ദേവാലയമാണ്, ദേവന്റെ ആലയം. അവിടെ നമ്മള് ദേവനെ ഗുണത്തോടുകൂടി, ആകാരത്തോടുകൂടി, ശരീരത്തോടുകൂടി എങ്ങനെയാണോ ഒരു മനുഷ്യനെ നമ്മൾ കണക്കാക്കുന്നത് അതുപോലെയാണ് ക്ഷേത്രത്തിൽ ദേവനെ കണക്കാക്കുക. അങ്ങനെ ദേവൻ പ്രതിഷ്ഠിതനായ സ്ഥലമായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തെ കാണുന്നത്. അപ്പൊ രാവിലെ വിളിച്ചുണർത്തും, 12 മണിയടിച്ച് വിളിച്ചുണർത്തും. വിളിച്ചുണർത്തി ഉടനെ ഒരു ത്രിമധുരം കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ഉണ്ട്, പല്ല് തേപ്പിക്കുക, കുളിപ്പിക്കുക, എല്ലാ ക്രിയകളും ഉണ്ട് അമ്പലത്തിൽ. അതെല്ലാം ചെയ്ത് ഒക്കെ കഴിഞ്ഞ് വസ്ത്രമൊക്കെ ധരിപ്പിച്ച് പൂമാലയൊക്കെ ചൂടി ചന്ദനം ചാർത്തി ഭക്തന്മാർക്ക് ദർശനത്തിന് തയ്യാറാക്കി നിർത്തും. അനുഗ്രഹത്തോടു കൂടി എല്ലാവർക്കും അനുഗ്രഹം നൽകണേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അങ്ങനെ തയ്യാറാക്കുന്നത്. അതിനു മുമ്പ് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, നേദ്യങ്ങളൊക്കെ സമർപ്പിക്കും, നൈവേദ്യം സമർപ്പിക്കും. നൈവേദ്യമൊക്കെ സമർപ്പിച്ച് അത് കഴിഞ്ഞ് ഭക്തന്മാർക്ക് ദർശനത്തിനുള്ള സമയമൊക്കെ തീരുമാനിച്ച സമയം കഴിഞ്ഞാൽ വിശ്രമിക്കാൻ വിടും. ഇനി വിശ്രമിച്ചോളൂ. അപ്പൊ ഉച്ചപൂജ കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രം നട അടയ്ക്കും. വൈകുന്നേരം വീണ്ടും വിളിച്ചുണർത്തും. എന്നിട്ട് വീണ്ടും ഈ പറഞ്ഞ നേദ്യങ്ങളൊക്കെ കൊടുത്ത് അത്താഴപൂജ കഴിഞ്ഞാൽ വീണ്ടും അടയ്ക്കും. അപ്പൊ ഒരു മനുഷ്യനെ ചെയ്യുന്ന പോലെയാ. നിങ്ങള് വിദ്യാർത്ഥികളൊന്നും ഇപ്പൊ ഉച്ചയ്ക്ക് ഉറങ്ങി ശീലിക്കണ്ട. ഉച്ചയ്ക്ക് ഇറങ്ങിയാൽ പിന്നെ സ്കൂളിൽ പോയാൽ ഉറക്കം തൂങ്ങും.